എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2024 MBBS പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 4 മണി വരെ ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് വഴി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിലവിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു അപേക്ഷ അതായത് ഓപ്ഷൻ നൽകാൻ സാധിക്കുക. വിദ്യാർത്ഥികൾക്ക് കീം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നോട്ടിഫിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് MBBSൻ്റെ ഒരു റൗണ്ട് 3 സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. വേക്കൻസീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേക്കൻസിയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേക്കൻസിയുടെ ആ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു PDF പ്രകാരം പറഞ്ഞിട്ടുള്ളത് അതായത് ടോട്ടൽ 4 സീറ്റുകളാണ് ഉള്ളത്. TD ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴയിലാണ് MBBS സീറ്റാണ്. അതുപോലെ സ്റ്റേറ്റ് മെറിറ്റിൽ 2 സീറ്റ്, Z കാറ്റഗറിയിൽ 1 സീറ്റ്, EWS വിഭാഗത്തിൽ 1 സീറ്റ്. അപ്പോൾ ഇത് കൂടാതെ ഇനി മറ്റേതെങ്കിലും ഒഴിവുകൾ ഏതെങ്കിലും കോളേജുകളിൽ വരികയാണ് എങ്കിൽ ആ ഒരു സീറ്റുകളിലേക്ക് കൂടി ഇപ്പോഴുള്ള അപേക്ഷകൾ നോക്കിയിട്ടാണ് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് കോളേജ് കോഴ്സുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് അതായത് ഏത് കോഴ്സുകളല്ല MBBS കോഴ്സുകൾ ഏത് കോളേജുകളിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻസായിട്ട് ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് റൗണ്ട് 3 ആണ്. പുതുതായിട്ട് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 2024 to 25 അധ്യയന വർഷത്തെ MBBS കോഴ്സിലേക്കുള്ള സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിലേക്കായിട്ട് ഈ ഒരു സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് റൗണ്ട് 3 നടത്തുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഇതിൽ ഓപ്ഷൻ നൽകാൻ സാധിക്കുക. വിദ്യാർത്ഥികൾക്ക് 24/12/2024 വൈകുന്നേരം 4 PM വരെ അതായത് ഇന്ന് വൈകുന്നേരം 4 മണി വരെയാണ് ഓൺലൈനായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓൺലൈൻ സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ വഴി നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ തന്നെ ആക്സസ് കോഡും നൽകി ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ള മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്ത് ഓൺലൈനായിട്ട് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ വർഷത്തെ MBBS പ്രവേശനങ്ങൾ അവസാനിപ്പിക്കേണ്ട തീയതിക്ക് മുമ്പായിട്ട് മറ്റേതെങ്കിലും ഒഴിവുകൾ ഉണ്ടാവുകയാണെങ്കിൽ അവയും ഈ ഒരു ഘട്ടത്തിൽ തന്നെ നികത്തപ്പെടും എന്നതിനാൽ താല്പര്യമുള്ള എല്ലാ കോളേജിലേക്കും കോഴ്സുകളിലേക്കും നിങ്ങൾ ഓപ്ഷൻ നൽകാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് നടക്കാതെ ഒഴിവ് വരുന്ന സംവരണ സീറ്റുകൾ ഈ ഒരു ഘട്ടത്തിൽ കൺവേർട്ട് ചെയ്ത് സ്റ്റേറ്റ് മെറിറ്റിലേക്ക് മാറ്റപ്പെടുന്നതായിരിക്കും. സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ അതായത് 3ാം ഘട്ടം അല്ലെങ്കിൽ സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിനെ തുടർന്ന് കോളേജുകളിൽ പ്രവേശനം നേടിയവർക്ക് സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് റൗണ്ട് 3 അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടായിരിക്കില്ല. 3ാം ഘട്ട സ്റ്റേ വേക്കൻസി അതുപോലെ സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളവർക്ക് സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് റൗണ്ട് 3 അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ മുൻഘട്ടങ്ങളിലെ അലോട്ട്മെൻറ്റുകളെ തുടർന്ന് പ്രവേശനം നേടിയ കോളേജിൽ നിന്നും 15/10/2024 ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം അതായത് TC വാങ്ങിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് റൗണ്ട് 3 അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടായിരിക്കില്ല. സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിലൂടെ ലഭിക്കുന്ന സീറ്റുകൾ പിന്നീട് യാതൊരു കാരണവശാലും മാറ്റം അനുവദിക്കില്ല. സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് റൗണ്ട് 3 അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവുള്ള MBBS സീറ്റുകളിൽ ഈ ഒരു ഘട്ടത്തിൽ നൽകിയ ഓപ്ഷനുകൾ പരിഗണിച്ചിട്ടാണ് നികത്തപ്പെടുന്നത്. അതുപോലെ ഫേസ് 1, ഫേസ് 2, ഫേസ് 3 സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ഇപ്പോഴും പ്രവേശനത്തിൽ തുടരുന്നവരുമായിട്ടുള്ളവർക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് റൗണ്ട് 3 അലോട്ട്മെൻറ്റിന് ശേഷം അഖിലേന്ത്യാ കോട്ട കൗൺസിലിംഗിൽ പങ്കെടുത്തവരുടെ അലോട്ടഡ് കാൻഡിഡേറ്റ് ലിസ്റ്റ് MCC നൽകുന്നതാണ്. പ്രസ്തുത ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ അവർ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തിരുന്നാൽ പോലും സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് റൗണ്ട് 3ൽ പരിഗണിക്കില്ല. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് താഴെ പറയും പ്രകാരമാണ് ഫീസ് ഉണ്ടാവുക. ഫീസ് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് മുഖാന്തരമോ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഫീസ് അടക്കാനായിട്ട് 10,000 രൂപയാണ് അതായത് 10,000 രൂപയാണ് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടക്കേണ്ടത്. നിങ്ങൾ SC ST OEC മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ OECക്ക് ലഭ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹമായിട്ടുള്ള സമുദായത്തിൽ ഉൾപ്പെട്ടവർ അതുപോലെ തന്നെ ഗവൺമെൻറ് ഓർഡർ പ്രകാരം ശ്രീചിത്ര ഹോം
അതായത് ഗവൺമെൻറ് ഓർഡർ പ്രകാരം ഫീസ് ആനുകൂല്യത്തിന് അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ശ്രീചിത്ര ഹോം, ജുവനൈൽ ഹോം, നിർഭയ ഹോം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് 5000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസായിട്ട് അടക്കേണ്ടത്. അതുപോലെ എന്നാൽ ഇത്തരം വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര കോളേജിലെ NRI മൈനോറിറ്റി സീറ്റുകളിലേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ ഫീസ് ഇളവിന് അർഹരാകുന്നതും അല്ല. അതുപോലെ പ്രവേശന പരീക്ഷ കമ്മീഷനുടെ മുൻ അലോട്ട്മെൻറ്റ് മുഖേന MBBS കോഴ്സുകളിൽ പ്രവേശനം നേടുകയും 9/10/2024 വിജ്ഞാപന പ്രകാരം നിശ്ചിത തീയതിക്കുള്ളിൽ TC വാങ്ങുകയും ചെയ്ത വിദ്യാർത്ഥികൾ പ്രവേശന പരീക്ഷ കമ്മീഷണർക്ക് അടച്ച തുക രജിസ്ട്രേഷൻ ഫീസിനേക്കാൾ അധികമാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് അടക്കേണ്ടതില്ല. എന്നാൽ പ്രവേശന പരീക്ഷ കമ്മീഷണർക്ക് അടച്ച തുക രജിസ്ട്രേഷൻ ഫീസിനേക്കാൾ കുറവാണെങ്കിൽ ബാക്കി തുക അടക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ MBBS ഒഴികെയുള്ള മറ്റ് കോഴ്സുകൾക്ക് വിദ്യാർത്ഥികൾ അടച്ചിട്ടുള്ള ആ ഒരു പൈസ, അതായത് രജിസ്ട്രേഷൻ ഫീസ്, ഈ ഒരു ഫീസ് ഇനത്തിൽ, അതായത് MBBS ഒഴികെയുള്ള മറ്റ് കോഴ്സുകൾക്ക് നിങ്ങൾ അടച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിൽ, അതായത് നിങ്ങൾ അടച്ചിട്ടുണ്ടായിരുന്ന പൈസ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിൽ വകയിരുത്തില്ല. അതുപോലെ അത്തരം വിദ്യാർത്ഥികൾ മേൽ പറഞ്ഞ ഖണ്ഡികയിൽ സൂചിപ്പിച്ചിട്ടുള്ള, അത് മുകളിൽ പറഞ്ഞ പ്രകാരമുള്ള മുഴുവൻ തുകയും രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിൽ പ്രവേശന പരീക്ഷ കമ്മീഷണർക്ക് അടക്കണം. സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൽ ബാധകമായിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസ് അടച്ച ശേഷം മാത്രമേ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ തുക അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സുകളിലെ ഫീസ് ഇനത്തിൽ വകയിരുത്തുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് നടപടികൾ പൂർത്തിയായ ശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് തിരിച്ചു നൽകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് റൗണ്ട് 3 പ്രകാരം അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ നിശ്ചിത തീയതിക്കുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ അടച്ച പൈസ നിങ്ങൾക്ക് പിന്നീട് തിരികെ ലഭിക്കുന്നതല്ല, അത് പെനാൽറ്റി ആയിട്ട് കണക്കാക്കുന്നതും അതുകൂടാതെ തന്നെ പ്രോസ്പെക്ടസ് ക്ലോസ് 12.2.4 പ്രകാരമുള്ള പിഴ ഈടാക്കുന്നതും ആയിരിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പ്രവേശനം നേടുകയും പഠനം തുടരുകയും ചെയ്യുമെന്ന് ഉറപ്പുള്ള കോളേജിലേക്കും കോഴ്സുകളിലേക്കും മാത്രമേ ഓപ്ഷനുകൾ നൽകാനായിട്ട് വിദ്യാർത്ഥികൾ പാടുള്ളൂ. അതുപോലെ താൽക്കാലിക അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂളാണ് ഈ ഒരു 23-ാം തീയതിയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 4 മണി, 24-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം ഉണ്ടാവുക. അതുപോലെ തന്നെ ഇന്ന് തന്നെ ഇതിൻ്റെ അന്തിമ അലോട്ട്മെൻറ്റ് ഇന്ന് രാത്രിയോടെ വരും. അതുപോലെ തന്നെ 26 മുതൽ 28-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ, അത് 4:30-ക്കുള്ളിൽ പോയിട്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ, ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. പ്രവേശന പരീക്ഷ കമ്മീഷനുടെ ഹെൽപ്പ് ലൈൻ നമ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.